ഇനി നമ്മൾ ചിന്തിക്കുന്നത് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളാണ്. ഒന്ന്, ഹോമയാഗപീഠം, ഓൾട്ടർ ഓഫ് ബേൺഡ് ഓഫറിംഗ്. തിരുനിവാസത്തിനും വാതിലിനും ഇടയ്ക്ക് പ്രാകാരത്തിൽ വച്ചിരുന്നു. ചുമക്കുവാൻ സൗകര്യത്തിനായി ഭാരം കുറച്ച് ബലമുള്ളതായി നിർമ്മിച്ചു. യാഗപീഠം അകം പൊള്ളയാണ്. 5 മുഴം നീളവും അഥവാ 2.2 മീറ്റർ, 5 മുഴം വീതിയും 2.2 മീറ്റർ, 3 മുഴം ഉയരവുമുള്ള യാഗപീഠം കതിരമരം കൊണ്ട് നിർമ്മിച്ച് താമ്രം പൊതിഞ്ഞതാണ്. 4 കോണിലും കൊമ്പുണ്ടായിരുന്നു. യാഗപീഠം ചുമക്കുന്നതിനാവശ്യമായ തണ്ടുകൾ കതിരമരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് താമ്രം പൊതിഞ്ഞു. തണ്ടുകൾ വളയങ്ങളിലാണ് ഇട്ടിരുന്നത്. യാഗപീഠത്തിലെ ഉപകരണങ്ങൾ താമ്ര നിർമ്മിതമാണ്. വെണ്ണീരെടുക്കേണ്ട ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം എന്നിവയൊക്കെയാണ് യാഗപീഠത്തിലെ ഉപകരണങ്ങൾ. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 3-ാമത്തെ വാക്യം. യാഗപീഠത്തിലെ അഗ്നി ഒരിക്കലും അണയാനും പാടില്ല. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. താമ്രത്തൊട്ടി, ലേവർ, യാഗപീഠത്തിൽ നിന്നും തിരുനിവാസത്തിലേക്ക് പോകുമ്പോൾ പുരോഹിതന് കൈയും കാലും കഴുകുന്നതിന് സഹായകമായ രീതിയിൽ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേയാണ് തൊട്ടിവച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യങ്ങൾ, 40-ാം അധ്യായം 32-ാം വാക്യം. എബ്രായ സ്ത്രീകളുടെ ദർപ്പണങ്ങളാണ് താമ്രത്തൊട്ടിയും താമ്രക്കാലും നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചത്. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 8-ാം വാക്യം. തൊട്ടിയുടെ രൂപമോ വലിപ്പമോ പറയപ്പെട്ടിട്ടില്ല. എബ്രായ പദത്തിൻ്റെ അർത്ഥത്തിൽ നിന്നും, അതായത് കിയോർ എന്ന പദത്തിൽ നിന്നും, അത് അർദ്ധ ഗോളാകൃതിയാണെന്ന് കരുതപ്പെടുന്നു. അതിൽ ഉപയോഗിക്കേണ്ട വെള്ളത്തെക്കുറിച്ചും നിർദ്ദേശമൊന്നുമില്ല. ഏതു വെള്ളവും ഉപയോഗിക്കാമെന്ന് യഹൂദ വ്യാഖ്യാതാക്കൾ പറയുന്നുമുണ്ട്. ഈ വെള്ളം ദിവസവും മാറ്റണമെന്ന് മാത്രം.